നാരദ മഹർഷി ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗം തുടരുകയാണ്. ഭഗവാനെ സീതാദേവിയും അല്ലാതെ കണ്ട് ഈ ലോകത്ത് വേറൊന്നും കണ്ടിട്ടില്ല, കേൾക്കാനുമില്ല. അങ്ങനെയുള്ള ഭഗവാനെ എങ്ങനെയാ അറിയുക? പ്രത്യേകം തിരിച്ചറിഞ്ഞിട്ട് മായയാ മൂടി മറഞ്ഞിരിക്കുന്നു ഒരു നീയല്ലോ നൂനം അവ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുള്ളൂ മഹത്തത്വം എന്നത് അതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്നുറുവി പതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയജാല സംയുക്തമായൊന്നല്ലോ ജന്മമൃതി സുഖദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവൻ എന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധി എന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനനാം പരൻ തദ്വിയുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനാകുന്ന നീയല്ലോ. എങ്ങനെയായി ഭഗവാനെ നമുക്ക് അറിയാൻ പറ്റാത്തത്? മായയാ മൂടി മറഞ്ഞിരിക്കുന്നു. മായ കൊണ്ട് മൂടി മറിഞ്ഞിരിക്കുക. അങ്ങനെയുള്ള അങ്ങ് തന്നെയല്ലേ, നീയല്ലേ നൂനം ഉറപ്പായിട്ടും അവ്യാകൃതമായതും. അവ്യാകൃതം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത്, പ്രകൃതിക്ക് ആദി കാരണമായിരിക്കുന്ന അങ്ങ് തന്നെയല്ലേ. പിന്നെ അതിങ്കൽ നിന്നുള്ളൂ മഹത്തത്വം. പിന്നെ അതിൽ നിന്നാണ് മഹത്തത്വം എന്ന് പറഞ്ഞ മഹത്തായ തത്വം ഉണ്ടായത്. പിന്നെ അതിങ്കൽ നിന്നുണ്ടായി സൂത്രവും. അതിൽ നിന്ന് ആ സൃഷ്ടി പരമ്പര മുഴുവൻ അതിൽ നിന്നാണ് ഉണ്ടായത്. സൂത്രാത്മാവ് എന്നുള്ള പ്രയോഗമൊക്കെ വേദാന്തത്തിൽ നമുക്ക് കാണാം. സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്ന് ഉർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും. സർവാത്മകമായ എല്ലാം ആത്മസ്വരൂപമായിട്ടുള്ള സർവ്വതിൻ്റെയും ആത്മസ്വരൂപമായിട്ടുള്ള ലിംഗം എന്നുള്ളതിന് ഏറ്റവും ആധാരമായിട്ടുള്ളത് കാരണശരീരം എന്നൊക്കെ അർത്ഥം കാണാം. അതിൽ നിന്ന് ഉർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും. ഉർവീപതേ രാജാവേ എന്നർത്ഥം. അപ്പൊ ഇവിടെ അവ്യാകൃതം, മഹത്തത്വം, സൂത്രം, ലിംഗം എന്നിങ്ങനെ ക്രമത്തിൽ പറയാം. അതിന് എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയജാല സംയുക്തമായൊന്നല്ലോ. അത് എന്താണ്? അഹങ്കാരം, ബുദ്ധി, പഞ്ചപ്രാണൻ, ഇന്ദ്രിയജാലം, ഇന്ദ്രിയങ്ങളുടെ കൂട്ടം സംയുക്തമായൊന്നല്ലോ. അതൊക്കെ ചേർന്നതാണ്. അഹങ്കാരം, ബുദ്ധി, പഞ്ചപ്രാണൻ. അതിനെയാണ് പഞ്ചപ്രാണന്മാര്, ഇന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്, ഇവയെല്ലാം ചേർന്നത്. 5 പ്രാണന്മാരുണ്ട്. ഇവയെല്ലാം ചേർന്നതാണ്. ജന്മമൃതി സുഖദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവൻ എന്നു ചൊല്ലുന്നതും. ജന്മം, മൃതി, ജന്മമരണങ്ങൾ, സുഖം, ദുഃഖം, ഇതിനൊക്കെ നിർമ്മലന്മാർ ഇങ്ങനെ പരിശുദ്ധരായിട്ടുള്ള ആൾക്കാരെ ജീവൻ എന്ന് ചൊല്ലുന്നു. ഇതൊക്കെ ഉള്ളതാണ് ജീവൻ. ജീവൻ ഇതിൽ പെട്ട് കിടക്കുകയാണ്. ചൊല്ലാവതല്ലാതെ അനാദ്യ വിദ്യാഖ്യയെ, അനാദിയായിട്ടുള്ള അനാദ്യ അവിദ്യാഖ്യയെ, ആ അവിദ്യ അല്ലെങ്കിൽ മായ എന്ന് വിളിക്കുന്ന ആഖ്യ എന്ന് വിളിക്കുക എന്നർത്ഥം. അതിനെ കാരണോപാധി എന്ന് ചൊല്ലുന്നു ചിലർ. അതിനെ കാരണോപാധി എന്ന് പറയുന്നുണ്ട്. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം. സ്ഥൂലം, സൂക്ഷ്മം, കാരണം, ഇങ്ങനെ 3 ചിത്ത് എന്ന് പറഞ്ഞാൽ ചൈതന്യത്തിനുള്ള ഉപാധിത്രയം, 3 ഉപാധികൾ. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും. ഇവറ്റിൽ നിന്ന് വേറിട്ട ആ ജീവനായിരിക്കുന്ന അന്യൂന്യനാം പരൻ തദ്വിയുക്തൻ വിഭോ. ആ ജീവനും അപ്പുറത്ത് ആ പരനായിട്ട് അതിൽ നിന്നൊക്കെ വേറിട്ട് അങ്ങ് തന്നെ ഇരിക്കുന്നു. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി, എല്ലാ പ്രപഞ്ചത്തിനെയും ബിംബഭൂതനായി സർവ ഉപരിസ്ഥിതനായി സർവസാക്ഷിയായി
തേജോമയനാം പരൻ പരമാത്മാവ്, തേജോമയനായിട്ടുള്ള പരമമായിട്ടുള്ള പരമാത്മാവ്, രാജീവലോചനാകുന്ന നീയല്ലോ. രാജീവലോചനൻ താമരപ്പൂവിൻ്റെ ഇതൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയത്. ഇവിടെ ആദ്യം സൃഷ്ടിക്രമത്തെ സൂചിച്ചു, അതിൽ സൂക്ഷ്മങ്ങളായിട്ടുള്ള കാര്യങ്ങളെ ആണ് പറഞ്ഞത്. പിന്നീട് സ്ഥൂലങ്ങളായ ആ ശരീരത്തെ പറഞ്ഞു. ഇതൊക്കെ എന്താണ്? ഉപാധികളാണ്. പരമാത്മാവിന് ഉള്ള ഉപാധി, പരമാത്മാവ് ജീവാത്മാവായി വരുമ്പോൾ അതുമായി ബന്ധ ഉപാധിയെയാണ് പറഞ്ഞത്. വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ, പലതില്ല. ഒന്നു തന്നെയാണ് പലതായി നമുക്ക് തോന്നുന്നത് എന്ന് പറയും ഉപാധി ഭേദങ്ങളെ കണക്കാക്കുന്ന സമയത്ത്. നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ, നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും, നിങ്കൽ എന്ന് പറഞ്ഞാൽ അങ്ങയിൽ നടത്തും, നിന്നിൽ നിന്നുണ്ടായി വരുന്നു ലോകങ്ങൾ. ഈ ലോകങ്ങളൊക്കെ എവിടെ നിന്നുണ്ടാവുന്നത്? അങ്ങയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എവിടെയാ ഇരിക്കുന്നത്? നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും, അങ്ങയിൽ തന്നെയാ പ്രതിഷ്ഠമായിരിക്കുന്നത്. നിങ്കൽ അത്രേ ലയിക്കുന്നതും, എവിടെയാ ലയിക്കുന്നത്? അങ്ങയിൽ തന്നെയാണ്. നിൻ കളിയാകുന്നതൊക്കെ ഓർക്കും വിധോ, അവിടുത്തെ കളിയാണ് ഈ പറഞ്ഞതൊക്കെ ഓർക്കുകയാണെങ്കിൽ. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം, എല്ലാറ്റിനും കാരണമായിരിക്കുന്നതാണ് അങ്ങ് തന്നെയാണ്. നാരായണ നരകാരേ നരാധിപ, നാരായണനാണ്, നരന്മാരുടെ അയനമായിട്ടുള്ളവനാ. നരകാരേ, നരകാസുരനെ വധിച്ചവൻ, അല്ലെങ്കിൽ നരകത്തിന്റെ ശത്രുവായിട്ടുള്ളവൻ. നരാധിപ, ജനങ്ങളുടെ അധിപനായിട്ടുള്ളവൻ. ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ജ്ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യു ദുഃഖാദികൾ. ജീവൻ, ഓരോ ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള, രജ്ജു എന്ന് പറഞ്ഞാൽ കയറിന്റെ കഷ്ണം. കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിക്കുക. എപ്പോ? നല്ല വെളിച്ചുള്ള സമയത്തോ കൂരിട്ടിട്ടോ അല്ല, അരണ്ട വെളിച്ച സമയത്ത്, മന്ദ അന്ധകാരം എന്ന് പറയും. സന്ധ്യാസമയത്തൊക്കെ കുറച്ച് വെളിച്ചുണ്ട്, എന്നാൽ വ്യക്തമല്ല. ആ സമയത്ത് കയറിന്റെ കഷ്ണം കിടക്കാണ്ടാൽ പാമ്പാന്ന് വിചാരിക്കും. എന്നിട്ട് പേടിച്ച് വരയ്ക്കും നമ്മൾ. അതുപോലെയാണ് എന്ത്? നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ, ഇപ്പൊ നമുക്ക് തെറ്റിദ്ധാരണയാണ്, ഞാൻ ആ പരമാത്മാവാണെന്ന് അറിയുമ്പോൾ തീരും ഭവ ഭയ മൃത്യു ദുഃഖ അധിക. ഭവം ഈ സംസാരം, ഈ സംസാര ഭയം, മരണം, ദുഃഖം ഒക്കെ ഇല്ലാതെ ഉണ്ടാവും. ശരിക്ക് കയറിനെ കാണാതെ പാമ്പിനെ കാണുമ്പോൾ ആ അപകടം. അതുപോലെ ഈ കാണുന്ന പ്രപഞ്ചത്തിന് ആധാരമായുള്ള പരമാത്മാവിനെ കാണാതെ പലതിനെയും കാണുമ്പോൾ നമുക്ക് ഭയവും ജനനമരണങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും. കഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. അവിടുത്തെ കഥാശ്രവണാദികൾ കേട്ടാൽ ഉൾക്കാമ്പിലുള്ളില് ക്രമത്തിൽ ഭക്തി ഉണ്ടായി വരും. തൊൽപാദപങ്കജ ഭക്തി മുഴുക്കുമ്പോൾ, അവിടുത്തെ പാദങ്ങളിൽ ഭക്തി ഉണ്ടാകുമ്പോഴോ തൊൽബോധവും മനക്കാമ്പിൽ ഉദിച്ചിടും. അങ്ങയുടെ പാദങ്ങളിൽ ഭക്തി ഉണ്ടായാൽ തൊൽബോധം, അവിടത്തെ കുറിച്ചുള്ള ആ ജ്ഞാനം ഉള്ളിൽ ഉറയ്ക്കും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ, ഭക്തി ഇങ്ങനെ കൂടിക്കൂടി അത് തത്വജ്ഞാനമാവും. മുക്തിയും വന്നിടും, ഇല്ല ഒരു സംശയം. അപ്പൊ മുക്തി ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. തൊൽഭക്ത ഭൃത്യ ഭൃത്യന്മാരിലേഖനെന്ന് അല്പജ്ഞനാമെന്നെയും കരുതേണമേ. അങ്ങയുടെ ഭക്തന്മാരുടെ ഭൃത്യന്മാരുടെ ഭൃത്യന്മാരിൽ അനേകരുണ്ട്, അതിൽ അല്പജ്ഞനായിട്ട് എന്നെ കരുതണേ. ഒന്നും അറിയാത്തവനാ ഞാൻ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കണമേ. എന്നെ അങ്ങയുടെ മായ കൊണ്ട് മോഹിപ്പിക്കരുതേ, ആശയക്കുഴപ്പത്തിലാക്കരുതേ, തെറ്റിദ്ധരിപ്പിക്കരുതേ. ജഗന്നായക, ജഗത്തിന്റെ നായകനായിട്ടുള്ള ഭഗവാനെ നിത്യം അനുഗ്രഹിക്കണമേ, എപ്പോഴും അനുഗ്രഹിക്കണേ. ത്വന്നാഭിപങ്കജത്തിൽ നിന്നേകതാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപ്പിത. അവിടുത്തെ ആ നാഭിയിൽ നിന്നുണ്ടായ താമരയിൽ നിന്നാണ് ബ്രഹ്മാവ് ചതുർമുഖൻ ഉണ്ടായത്. മൽപ്പിത എൻ്റെ അച്ഛനാണ്. നിങ്ങളുടെ പൗത്രനായ ഭക്തനായ മേവിനോ എന്നെ അനുഗ്രഹിക്കണം. വിശേഷം വാസ്തവത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഞാൻ അങ്ങയുടെ പേരക്കുട്ടിയാ ഭഗവാനെ, അങ്ങയുടെ ഭക്തനാണ്, എന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ച് നീ വണ്ണം പറഞ്ഞിടിനാന്ന്. ഇങ്ങനെ വീണ്ടും വീണ്ടും നമസ്കരിച്ചു. ആനന്ദ ബാഷ്പ പരിപ്ലുത നേത്രനായി, ആനന്ദ കണ്ണുനീരെങ്ങനെ ഒഴുകിക്കൊണ്ട് വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ആ നാരദ മഹർഷി പിന്നെയും പറയാം, താൻ വന്ന കാരണം എന്താ? ഇപ്പോൾ എവിടേക്കു ഞാൻ വന്ന കാരണം ഉത്ഭവ സംഭവൻ തന്റെ നിരോഗത്താൽ. ഉത്ഭവ സംഭവൻ താമരയിൽ നിന്നുണ്ടായ ബ്രഹ്മാവ് പറഞ്ഞിട്ടാ വന്നത്. രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോട് അരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും. ആ രാവണനെ കൊന്ന്
ലോകത്തെയൊക്കെ രക്ഷിക്കാനായിട്ട് ദേവകളോട് അങ്ങ് വാക്ക് പറഞ്ഞില്ലേ, അതനുസരിച്ച് മർത്യനായി മനുഷ്യനായിട്ട് ദശരഥന്റെ മകനായിട്ട് വന്നിരിക്കുക. പൂജ്യനായൊരു ഭവാൻ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്നൊരുമ്പെട്ടിരിക്കുന്നതു നീയും അതിനനുകൂലമായി വന്നിടും. ഈ പൂജ്യനായിട്ടുള്ള അങ്ങയെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം രാജ്യം രക്ഷിക്കാനായിട്ട് അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. നീയും അതിനനുകൂലനായി വന്നിടും. രാമ അവിടൊന്നും അതിന് അനുകൂലിക്കും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരാമല്ലോ. പിന്നെ എങ്ങനെയായി രാവണനെ കൊല്ലുക? അതിന് അവകാശം ഉണ്ടാവില്ല. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകൻ എന്നോട് സത്വരം ചെന്നു പറകന്നരുൾ ചെയ്തു. സത്യത്തെ രക്ഷിക്കൂ, അതിനുവേണ്ടി നാരദ പോയി പറയൂ എന്ന് പറഞ്ഞു. സത്യസന്ധൻ ഭവാനെങ്കിലും മനസ്സേ, അങ്ങ് സത്യസന്ധനാണ് ഞങ്ങൾക്കറിയാം, എങ്കിലും മനസ്സേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും. മനുഷ്യജന്മം കൊണ്ട് അതൊക്കെ മറന്നു. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിന് ഉത്തരമായി അരുൾ ചെയ്തു രാഘവൻ. നാരദ മഹർഷി പറഞ്ഞു കേട്ടപ്പോ ശ്രീരാമൻ പറഞ്ഞു, സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായിക അതുമൂലം. ഞാൻ സത്യത്തെ ലംഘിക്കില്ല, ഒരു വിഷമവും വേണ്ട. കാലവിളംബനം എന്തിനല്ലി മൂലം അതിനുണ്ടതും പറഞ്ഞു. എന്താ കാലം വൈകിക്കുന്നത്? നിങ്ങൾക്ക് വൈകിന്ന് തോന്നാൻ കാരണം എന്താ? അതിന് കാരണമുണ്ട്, പറയാം. കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. കാലാവലോകനം കാര്യസാധ്യം, കാര്യത്തെ സാധിക്കണമെങ്കിൽ കാലം നോക്കി വേണം ചെയ്യാനായിട്ട്. നൃണാം മനുഷ്യന് അത് ഓരോ കാലത്തും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമായാലും ശരി, മഴക്കാലമായാലും മഞ്ഞുകാലമായാലും വേനൽക്കാലമായാലും ഓരോ കാലത്തിനും അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. പ്രാരബ്ധ കർമ്മകല ഫലവുക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതെല്ലാവർക്കുമേ. നമ്മുടെ പ്രാരബ്ധ കർമ്മത്തിന്റെ ഫല ഔഘക്ഷയം, ആ കൂട്ടം ക്ഷയിക്കുന്ന സമയത്തല്ലാതെ കൊണ്ട് ആർക്കും അതിനെ മാറ്റാൻ പറ്റില്ല, വേറെ ആർക്കും സാധിക്കില്ല. അത് കാരണമാത്രം പുരുഷപ്രയാസം എന്നാരും അറിയാതെ ഇരിക്കുകയുമില്ലല്ലോ. അതിനെന്താണ് പുരുഷപ്രയാസം? നമ്മുടെയൊക്കെ പ്രയത്നം വേണം. വിധി എന്നുള്ളതുണ്ട്, പുരുഷപ്രയത്നമുണ്ട്. വിധിയിൽ പെട്ടുപോകാതെ നമ്മുടെ പ്രയത്നവും വേണം, പുരുഷപ്രയാസം. നാളെ വനത്തിന് പോകുന്നതുണ്ട് ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നാണ്. അങ്ങ് പറഞ്ഞ പോലെ ഞാൻ അഭിഷേകത്തിനൊന്നും നിൽക്കണില്ല കേട്ടോ, ഞാൻ നാളെ കാട്ടിലേക്ക് പോവാണ്. ഇത് ഭഗവാന്റെ പാദങ്ങൾ തന്നെ നമസ്കരിച്ച് പറയാം. പിന്നെ ചതുർവശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിരുവൻ. പിന്നെ 14 കൊല്ലം വനത്തിൽ കഴിയും. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നുമുടിക്കുന്നതുണ്ടല്ലോ. പിന്നെ ആ രാക്ഷസന്മാരുടെ വംശവും രാവണനെയും ഒക്കെ കൊന്നില്ലാതെ കണ്ടാക്കും. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് യാതുദാനാന്വയനാശം വരുത്തുവൻ. സീതയെ കാരണമാക്കിയിട്ട് യാതുദാനാന്വയം, യാതുദാനന്മാരെന്ന് പറഞ്ഞാൽ രാക്ഷസന്മാര്, അന്വയം കുലം, ആ രാക്ഷസ വംശത്തെ ഇല്ലാതെ കണ്ടാക്കും. സത്യം ഇതെന്നരുൾ ചെയ്തു രഘുപതി. ഇത് സത്യമാണെന്ന് ശ്രീരാമൻ ആണയിട്ടു ഉറപ്പിച്ചു. ചിത്രപ്രമോദേന നാരദൻ നേരം ആ സന്തോഷത്തോടെ നാരദ മഹർഷി രാഘവൻ തന്നെ പ്രദക്ഷിണം ചെയ്തു. വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു, പ്രദക്ഷിണം ചെയ്തു, നമസ്കാരം ചെയ്തു. ദേവമുനീന്ദ്ര നിത്യയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാൻ. ആദരാൾ ആ നാരദ മഹർഷി അനുഗ്രഹം ഒക്കെ വാങ്ങി, ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി ദേവലോകത്ത് പോയി. നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ. ആരാണോ ഈ രാഘവ സംവാദം, ശ്രീരാമനും നാരദനും തമ്മിലുള്ള സംവാദം ആരാണോ പഠിക്കുന്നത് കേൾക്കുന്നത്, ഭക്തി കൈകൊണ്ട് ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും, അതിനുള്ള സംശയം. അങ്ങനെ ചെയ്യുന്ന ആൾക്ക് മുക്തി ഉണ്ടാവും, ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അയോധ്യാകാന്ഡത്തിലെ ആദ്യത്തെ സ്തുതിയായ നാരദസ്തുതി പറയുന്നത്.